ഓൾ, വെൽക്കം ടു സ്റ്റഡി വിങ് PSC ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 2 പ്ലസ് 3 3 പ്ലസ് 4 4 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ, ഇത് സോൾവ് ചെയ്യണം. 2 2 പ്ലസ് 3 3 പ്ലസ് 4 4. അപ്പോൾ ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ്റെ അഡീഷനാണ് തന്നിട്ടുള്ളത്. മിക്സഡ് ഫ്രാക്ഷൻ്റെ അഡീഷനോ സബ്ട്രാക്ഷനോ ഒക്കെ സോൾവ് ചെയ്യാനുള്ള എളുപ്പ വഴി തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനിലെ നമ്പേഴ്സിൻ്റെയും ഫ്രാക്ഷൻസിൻ്റെയും കാൽക്കുലേഷൻസ് സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ടത് സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ മിക്സഡ് ഫ്രാക്ഷനിലെ നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷൻ 2 പ്ലസ് 3 പ്ലസ് 4, 2 3 5 4 9. ഈ മിക്സഡ് ഫ്രാക്ഷനിലെ ഫ്രാക്ഷൻസിൻ്റെ കാൽക്കുലേഷൻ 2 പ്ലസ് 3 പ്ലസ് 4. 2 പ്ലസ് 3 പ്ലസ് 4 2ൻ്റെ 3ൻ്റെ 4ൻ്റെ ലെസ്സാഗു കണ്ടുപിടിക്കണം. 2ൻ്റെ 3ൻ്റെ 4ൻ്റെ ലെസ്സാഗു 12. ലെസ്സാഗു കണ്ടുപിടിക്കാൻ ഒരു ട്രിക്കുണ്ട്. ട്രിക്ക് ഇതാണ്: തന്നിരിക്കുന്ന സംഖ്യകളിലെ വലിയ സംഖ്യ ബാക്കി എല്ലാ സംഖ്യകളുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതായിരിക്കും LCM. ഇനി അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും LCM. ഒന്നുകൂടെ പറയാം, LCM കണ്ടുപിടിക്കാനുള്ള ട്രിക്ക്: തന്നിരിക്കുന്ന സംഖ്യകളിലെ വലിയ സംഖ്യ ബാക്കി എല്ലാ സംഖ്യകളുടെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യ ആയിരിക്കും LCM. ഇനി അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും LCM. LCM എന്ന് വെച്ചാൽ തന്നെ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളാണ്. LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 3 4. ഇതിലെ വലിയ സംഖ്യ ഏതാ? 4. 4 2ൻ്റെ മൾട്ടിപ്പിളാണ്, പക്ഷേ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഇവിടെ 4 LCM ആയിട്ട് വരത്തില്ല. ഇനി നോക്കേണ്ടത് ഈ 2ൻ്റെ 3ൻ്റെ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 2ൻ്റെ 3ൻ്റെ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ 12 ആണ്. അപ്പോൾ ഇവിടുത്തെ LCM 12 ആണ്. ഇനി ഇങ്ങനെ നോക്കാൻ അറിയത്തില്ലാത്തവർ സാധാരണ LCM മെത്തേഡ് വെച്ച് തന്നെ കണ്ടുപിടിക്കുക. ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന ട്രിക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ LCM കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ LCM 12. ഇനി LCM 12 അത് ഡിനോമിനേറ്ററിൽ വരും. ന്യൂമറേറ്ററിൽ വരേണ്ടത് LCMനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? 12/2 6, 6 × 1 6, 12/3 4, 4 × 1 4, പ്ലസ് 12/4 3, 3 × 1 3, 6 4 10 3 13/12. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനിലെ നമ്പേഴ്സിൻ്റെയും ഫ്രാക്ഷൻസിൻ്റെയും കാൽക്കുലേഷൻസ് സെപ്പറേറ്റ് ചെയ്തു. ഇനി ഇത് സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? അഡീഷനാണ് അല്ലേ? ഇവിടെ എല്ലാം അഡീഷനാണ്. അപ്പോൾ ഇത് 9 പ്ലസ് 12 13. 9 പ്ലസ് 12 13 എന്ന് വെച്ചാൽ എന്താണ്? 12 1 12 1 13. ഓക്കെ, അപ്പോൾ 12 13 എന്ന് പറയുന്നത് 1 12 1. അപ്പോൾ ഇത് ഇനി 9 1 10, 10 12 1 ആണ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 100 cube into 1000⁵ ഈസ് ഈക്വൽ ടു 10⁻x ആയാൽ എക്സിൻ്റെ വില എത്ര? സൊല്യൂഷൻ, ഇത് സോൾവ് ചെയ്യുക. 100 ക്യൂബ് ഇൻറ്റു 1000⁵ ഈസ് ഈക്വൽ ടു 10⁻x ആയാൽ എക്സിൻ്റെ വില എന്തെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 100നെ 10² എന്ന് എഴുതാം. 100 10² ഇൻറ്റു 1000 ആണെങ്കിൽ എന്താണ്? 10 ക്യൂബ് 10³ ഈസ് ഈക്വൽ ടു 10⁻x. 10² അതായത് എന്താണ്? 10⁻6 ആണ്. അതായത് a⁻m all⁻n ഈസ് ഈക്വൽ ടു a⁻m ഇൻറ്റു n. അതുപോലെ ഇത് 10² 10⁻2 × 3 10⁻6 ഇൻറ്റു 10³ അപ്പോൾ ഇത് 10⁻3 × 5 3 × 5 15 10⁻15 ഈസ് ഈക്വൽ ടു 10⁻x. അപ്പോൾ ഇത് a⁻m ഇൻറ്റു a⁻n.
എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇതെന്ത് വരും? 10⁻6 ഇൻറ്റു 10⁻15. 10⁻15 പ്ലസ് 6 21. 10⁻21 ഈസ് ഈക്വൽ ടു 10⁻x. എ റൈസ് ടു എം ഈസ് ഈക്വൽ ടു എ റൈസ് ടു എൻ ആണെങ്കിൽ എം ഈസ് ഈക്വൽ ടു എൻ ആയിരിക്കും. അതായത് ബേസ് സെയിം ആണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ബേസ് LHSലെ RHSലെയും ബേസ് 10, അപ്പോൾ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അതായത് 21 ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 21. ആൻസർ ഓപ്ഷൻ എ. ചോദ്യം: ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 35-ഉം 35-ാം പദം 15-ഉമായാൽ പൊതുവ്യത്യാസം എത്ര? സൊല്യൂഷൻ: ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 35, 35-ാം പദം 15. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതങ്ങോട്ട് തിരിഞ്ഞു വന്നേക്കുക. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതൊരു സമാന്തര ശ്രേണിയാണെങ്കിൽ അവിടുത്തെ പൊതുവ്യത്യാസം എപ്പോഴും -1 ആയിരിക്കും. ഏത് സംഖ്യ ഇങ്ങനെ വന്നാലും അങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സപ്പോസ് ഒരു സമാന്തര ശ്രേണിയുടെ 25-ാമത്തെ പദം 44-ഉം 44-ാമത്തെ പദം 25-ഉമായാൽ പൊതുവ്യത്യാസം. ഇവിടെ നോക്കിക്കേ, ഇതങ്ങോട്ട് തിരിഞ്ഞു വരുവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പൊതുവ്യത്യാസം എന്തായിരിക്കും? -1 ആയിരിക്കും. ഇങ്ങനെ ഏത് സംഖ്യ ഇങ്ങനെ തിരിഞ്ഞു വന്നാലും പൊതുവ്യത്യാസം സമാന്തര ശ്രേണിയാണെങ്കിൽ -1 ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് വേറെ എക്സാമ്പിളൂടെ പറയാം. ഒരു സമാന്തര ശ്രേണിയുടെ 58-ാമത്തെ പദം 97-ഉം 97-ാം പദം 58-ഉമായാൽ പൊതുവ്യത്യാസം നോക്കിക്കേ, തിരിഞ്ഞു വന്നു. പൊതുവ്യത്യാസം -1 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്താണ്? ഓപ്ഷൻ സി -1 ആണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണേ. ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേനും പൊതുവ്യത്യാസം സമാന്തര ശ്രേണിയാണെങ്കിൽ എപ്പോഴും -1 ആയിരിക്കും. ചോദ്യം: എയുടെ 30% ഈസ് ഈക്വൽ ടു ബിയുടെ 20% ആയാൽ a പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ എത്ര? സൊല്യൂഷൻ: എയുടെ 30%, അതായത് എയുടെ 100-ൽ 30 ഈസ് ഈക്വൽ ടു ബിയുടെ 20%, അതായത് ബി ഇൻറ്റു 100-ൽ 20 ആയാൽ എ പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എ ഈസ് ടു ബി എത്രയെന്ന് കണ്ടുപിടിക്കുക. ആ വാല്യൂസ് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എ ഈസ് ടു ബി കണ്ടുപിടിക്കാം. LHSലെയും RHSലെയും ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും. അപ്പോൾ ഇവിടെ 100-ഉം 100-ഉം വെട്ടിപ്പോയി, പിന്നെ 30-ൻ്റെയും 20-ൻ്റെയും 0-ഉം 0-ഉം വെട്ടിപ്പോയി. അപ്പം 3a ഈസ് ഈക്വൽ ടു 2b. അപ്പോൾ a ബൈ ബി ഈസ് ഈക്വൽ ടു 2/3. ഇവിടെ a ഈസ് ടു ബി ഈസ് ഈക്വൽ ടു 2:3. അപ്പോൾ ഇവിടെ a ഈസ് ഈക്വൽ ടു 2, b ഈസ് ഈക്വൽ ടു 3. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ. a പ്ലസ് ബി 2 പ്ലസ് 3 ഈസ് ടു ബി മൈനസ് എ. 3 മൈനസ് 2 ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 5. 5 ഈസ് ടു 3 മൈനസ് 2 1. 5 ഈസ് ടു 1 ആണ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം: ഒരു കോഡ് ഭാഷയിൽ ബോംബെ ഈസ് ഈക്വൽ ടു 52 ആയാൽ ഡൽഹി ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ: ബോംബെ കോഡ് 52, അതുപോലെ ഡൽഹിയുടെ കോഡ് എന്ത് വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ ഓർഡറിൽ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാനായിട്ടൊരു കോഡുണ്ട്. കോഡ് ഇതാണ്: ഇജോറ്റി 5 10 15 20 25. അതായത് ഈ 5-ാമത്തെ പൊസിഷനിൽ J10 O15 T20 Y25.
ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻസ് ഓർഡറിൽ ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് ഇജോറ്റി 5, 10, 15, 20, 25 അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ E 5, J 10, O 15, T 20, Y 25. ഇനി ഈ ബോംബെയുടെ പൊസിഷൻസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ ബി 2 പ്ലസ് O 15 പ്ലസ് M 13 പ്ലസ് B 2 പ്ലസ് A 1 പ്ലസ് Y 25. അപ്പോൾ ഇവിടെ 2, 15, 17, 17, 13, 30, 32, 32, 1, 33, 33, 25, 58. പൊസിഷൻസ് ആഡ് ചെയ്യുമ്പോൾ 58 എന്നാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന കോഡ് എത്രയാണ്? 52. ഇവിടെ 58 എങ്ങനെ 52 58 52 6 കുറച്ചിട്ടുണ്ട്. 58 മൈനസ് 6 ആണ് 52. 6 കുറയ്ക്കാനുള്ള റീസൺ എന്താണ്? നോക്കിക്കേ, ഈ ബോംബെയിലെ ലെറ്റേഴ്സിൻ്റെ എണ്ണം 1, 2, 3, 4, 5, 6. ഈ ബോംബെ എന്ന വേർഡിൽ 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 6 ഇവിടെ കുറച്ചിരിക്കുന്നത്. ഓക്കെ, 6 കുറയ്ക്കാനൊരു റീസൺ കാണുമല്ലോ. അപ്പോൾ ആ റീസണാണ് ഈ തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സിൻ്റെ എണ്ണം. ഓക്കെ, ഇനി അതുപോലെയാണ് ഡൽഹി എന്ന് നോക്കാം. ഡൽഹിയുടെ കോഡ് അതുപോലെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഡൽഹിയുടെ പൊസിഷൻസ് ആദ്യം ആഡ് ചെയ്യാം. D 4 പ്ലസ് E 5 പ്ലസ് L 12 പ്ലസ് H 8 പ്ലസ് I 9. അപ്പോൾ ഇവിടെ 4, 5, 9, 12, 9, 21, 21, 8, 29, 29, 9, 38. അപ്പോൾ ഡൽഹിയുടെ പൊസിഷൻസ് ആഡ് ചെയ്യുമ്പോൾ 38 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇവിടെ എന്താ ചെയ്തത്? ബോംബെയിൽ എന്താ ചെയ്തത്? പൊസിഷൻസ് ആഡ് ചെയ്തു, അതിൽ നിന്ന് ആ തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സിൻ്റെ എണ്ണം കുറച്ചു. ഇവിടെ നോക്കിക്കേ, ഡൽഹിയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന്? 1, 2, 3, 4, 5 ലെറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ 38 നിന്ന് 5 കുറയ്ക്കണം. 33 ഡൽഹിയുടെ കോഡ്. ആൻസർ ഓപ്ഷൻ സി. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ 6 കുറച്ചിരിക്കുന്നത് കൊണ്ട് 38 നിന്നും 6 തന്നെയാണോ കുറയ്ക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ 6 കുറയ്ക്കാം. 6 കുറയ്ക്കുമ്പോൾ അതിനൊരു റീസൺ വേണ്ടേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ ലെറ്റേഴ്സിൻ്റെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. വെറുതെ അങ്ങോട്ട് 6 കുറയ്ക്കുമല്ല, എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ ആ 6 അവിടെ കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എന്താ നോക്കിയപ്പോൾ എന്താണ് തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സിൻ്റെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഡൽഹിയുടെ പൊസിഷൻസ് ആഡ് ചെയ്തു, ലെറ്റേഴ്സിൻ്റെ എണ്ണം കുറച്ചു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 32, 33 ഉണ്ട്. അപ്പോൾ ഇതിനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർ കീയിലും 33 ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം മാക്സിമം പോസിബിലിറ്റിയിൽ വരുന്ന ആൻസർ എടുക്കുക കേട്ടോ. എല്ലാ രീതിയിലും കറക്റ്റായിട്ട് വരുന്ന ആൻസർ വേണം ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് എടുക്കാനായിട്ട്. ചിലരുടെ ഒരു ചിലർ പെട്ടെന്ന് 58 നിന്ന് 6 കുറച്ചു, അതുപോലെ 38 നിന്ന് 6 കുറച്ചാൽ 32 തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരവുണ്ട്. അങ്ങനെ ചാടി ഉത്തരം എടുക്കും. പക്ഷേ നമ്മളെപ്പോഴും ഏറ്റവും മാക്സിമം ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ എടുക്കാൻ നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര? സൊല്യൂഷൻ. സാധാരണ പലിശ നിരക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR. പി പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ് P. N നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷമാണെന്ന്. 6 റേറ്റ് പലിശ നിരക്ക്. അപ്പോൾ ഇവിടെ P പ്രിൻസിപ്പൽ എമൗണ്ട് 6000 രൂപ, N നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ 10 മാസം എന്നാണ് തന്നിട്ടുള്ളത്. അപ്പം 10 മാസം എന്ന് വെച്ചാൽ അത് വർഷത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 12ൽ 10 വരും. അതായത് ഒരു വർഷം എന്ന് വെച്ചാൽ 12 മാസമാണ്. ഒരു വർഷം 12 മാസമാണ്. അപ്പോൾ ഇവിടെ 10 മാസമാണുള്ളത്. അപ്പോൾ 12ൽ 10 വരും. അതായത് മാസം എന്നുള്ളത് മാസത്തിൽ തന്നെ വേണം വരാനായിട്ട്. അപ്പോൾ ഒരു നമ്പർ ഓഫ് ഇയേഴ്സ് മാസത്തിനെ വർഷത്തിലോട്ട് മാറ്റി. അപ്പം 12 മാസത്തിൽ 10 മാസം, അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ്. 12ൽ 10 വരും. റേറ്റ് പലിശ നിരക്ക് 6%. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു
സാധാരണ പലിശ ഈസ് ഈക്വൽ ടു 6000 ഇൻറ്റു 12/10 ഇൻറ്റു 6%, 100-ൽ 6. 0 0 വെട്ടി 12 5 60. അപ്പം 5 6 30, 30 ഇൻറ്റു 10 300 രൂപയാണ് സാധാരണ പലിശ. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം, കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. 391, 361, 225, 625. സൊല്യൂഷൻ. സംഖ്യകൾ 391, 361, 225, 625. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 361 ഇത് 19ൻ്റെ സ്ക്വയറാണ്. 225 15ൻ്റെ സ്ക്വയറാണ്. 625 25ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഈ 361, 225, 625 ഇത് മൂന്നും പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത 391 ബന്ധമില്ലാത്ത സംഖ്യ. ആൻസർ ഓപ്ഷൻ എ 391. ചോദ്യം, 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? സൊല്യൂഷൻ. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റ് നീങ്ങുമ്പോൾ 6 ഡിഗ്രി വ്യത്യാസം ഉണ്ടാകും. അതായത് ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി തിരിയും. അപ്പോൾ ഇവിടെ 40 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും? ഒരു മിനിറ്റിൽ 6 ഡിഗ്രി തിരിയുമെങ്കിൽ 40 മിനിറ്റിലാവുമ്പം 40 ഇൻറ്റു 6 240 ഡിഗ്രി തിരിയും. ആൻസർ ഓപ്ഷൻ ബി 240 ഡിഗ്രി. ഒരെണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്. എന്നാൽ സംഖ്യ ഏത്? സൊല്യൂഷൻ. സംഖ്യേനെ എക്സ് ആയിട്ട് എടുക്കാം. സംഖ്യ ഈസ് ഈക്വൽ ടു എക്സ്. ഒരെണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു വ്യുൽക്രമം. എക്സിൻ്റെ വ്യുൽക്രമം എന്താണ്? 1/x. വ്യുൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്. അപ്പോൾ ഇൻറ്റു 16. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1/x ഇൻറ്റു 16. അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 1 16. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 ഈസ് ഈക്വൽ ടു 4. സംഖ്യ 4. ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ, 6/15ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? സൊല്യൂഷൻ. 6/15ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതെന്ന് കണ്ടുപിടിക്കണം. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 1, 5, 6 ആണെങ്കിൽ അതിൻ്റെ പവർ ഏത് സംഖ്യ വന്നാലും ആ സംഖ്യ തന്നെയായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. അതായത് ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1 ആണെങ്കിൽ അതിൻ്റെ പവർ ഏത് സംഖ്യ വന്നാലും ഒറ്റയുടെ സ്ഥാനത്ത് 1 ആയിരിക്കും വരുന്നത്. അതുപോലെ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്നതെങ്കിൽ അതിൻ്റെ പവർ ഏത് സംഖ്യ വന്നാലും ഒറ്റയുടെ സ്ഥാനത്ത് 5 ആയിരിക്കും വരുന്നത്. അതുപോലെ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 6 വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവർ ഏത് സംഖ്യ വന്നാലും ഒറ്റയുടെ സ്ഥാനത്ത് 6 തന്നെയായിരിക്കും വരുന്നത്. ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ 6/15 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താണ്? തന്നിരിക്കുന്ന സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താ? 6. അപ്പോൾ 6ൻ്റെ പവർ ഏത് സംഖ്യ വന്നാലും ഒറ്റയുടെ സ്ഥാനത്ത് 6 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി 6. അപ്പോൾ ഈ 1, 5, 6 അതിൻ്റെ പവർ ഏത് സംഖ്യ വന്നാലും ഒറ്റയുടെ സ്ഥാനത്ത് ആ സംഖ്യ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്